വിശദമായ വാർത്തകളിലേക്ക്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും ബോബി പുറത്തിറങ്ങിയത്. സഹതടവുകാരെ സഹായിക്കാനാണ് ഇന്നലെ പുറത്തിറങ്ങാതെ ഇരുന്നതെന്ന് ബോബി പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇത്തരത്തിലൊരു കേസ് തുടക്കത്തിൽ തന്നെ അതിവേഗ നടപടിയിലൂടെ ഒരു നാടകീയ രംഗമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ രാവിലെ 9:55 ആ സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നലെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ബോബി ചെമ്മണ്ണൂരിന്. അതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ 10 മണിയോട് ഏതാണ്ട് 9:30 കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് ഇന്നലെ ഈ ജാമ്യ ഉത്തരവ് എത്തിക്കാൻ വൈകിയതിനാലാണ് ഇറങ്ങാൻ വൈകിയതെന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകനടക്കം പറഞ്ഞത്. പക്ഷേ പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഈ ഇത്തരത്തിൽ സഹതടവുകാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താൻ ഇറങ്ങാതിരുന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതെങ്കിൽ ആ കേസ് ഹൈക്കോടതി ഇന്നിപ്പോൾ പരിഗണിച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് വീണ്ടും പരിഗണിക്കുമെന്നുള്ള കാര്യം. ഏതായാലും ഹൈക്കോടതി ആ കേസ് വീണ്ടും പരിഗണിച്ചിരിക്കുകയാണ്. അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ നടപടിയിൽ നാടകം കളിക്കുകയാണോ എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ 4:45 റിലീസിംഗ് ഓർഡർ നൽകിയതാണ്. എന്നിട്ട് അതെന്തുകൊണ്ട് പോക്കറ്റിലിട്ട് നടക്കുകയായിരുന്നു എന്ന് അഭിഭാഷകനോട് ചോദിക്കുന്നു. കഥ മെനയാൻ ശ്രമിക്കുകയാണോ എന്ന് കോടതി ചോദിക്കുന്നു. ഇത്തരത്തിൽ നാടകം കളിക്കേണ്ട എന്നാണ് കോടതി പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, വേണ്ടി വന്നാൽ താൻ ജാമ്യം റദ്ദാക്കുമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട ബോബി എന്നുള്ള കാര്യവും കൂടി കോടതി വ്യക്തമാക്കുന്നു. കോടതിയുടെ വിമർശനങ്ങൾ ഇങ്ങനെയാണ്. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ആരാണെന്ന് കോടതി ചോദിക്കുന്നു. മാധ്യമ ശ്രദ്ധയിലാണ് പ്രതിക്ക് താല്പര്യമെന്ന് തങ്ങൾക്കറിയാം. പ്രതി നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല. ഇന്നലെ എന്തുകൊണ്ടത് അതീതനല്ല എന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കാതെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാൻ തനിക്ക് കഴിയുമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച 1 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ ഉത്തരവിടാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ പ്രതിയെ ഇപ്പോൾ പുറത്തിറങ്ങിയ ആളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ തനിക്കുണ്ട്. പക്ഷേ അതിപ്പോൾ ചെയ്യുന്നില്ല. ഏതായാലും ഈ രാമൻ പിള്ള എന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ തന്റെ മുന്നിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. ഇന്നലെ താൻ രാവിലെ തന്നെ ജാമ്യം അനുവദിക്കാമെന്ന് പറഞ്ഞു. 3:30 ജാമ്യ ഉത്തരവ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചോദിക്കുന്നത്. ഇതിന് വിശദീകരണം വേണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 12 മണിക്ക് കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാതിരുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ മറുപടി വേണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 12 മണിക്ക് കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഇനി കോടതി പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഏതായാലും അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ വൈകിയതിൽ കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി 4:45 സൈറ്റിൽ ഈ റിലീസിംഗ് ഓർഡർ, ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഓർഡർ അപ്ലോഡ് ചെയ്തതാണ്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. അഭിഭാഷകർ പറഞ്ഞത് ഈ വാഹനം അവിടേക്ക് എത്താൻ വൈകി, ഈ തിരക്ക് ബ്ലോക്ക് അടക്കമുള്ളത് കൊണ്ട് എത്താൻ വൈകി എന്നാണ് അഭിഭാഷകർ പറഞ്ഞത്. പക്ഷേ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഏതാണ്ട് ഈ സഹതടവുകാർ നിരവധി പേർ അവിടെ പണം, ഈ ബോണ്ട് തുക കെട്ടിവെക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇറങ്ങാതിരുന്നത് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പറയുകയും ചെയ്തത്. ഏതായാലും അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. 12 മണിക്ക് കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജി എന്തുകൊണ്ട് വൈകി ഇറങ്ങാൻ എന്നുള്ള കാര്യത്തിൽ വിശദീകരണം വേണമെന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ശരി, ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.